യേശുവിനെ പരിഹസിച്ചു തീർന്നപ്പോൾ മേലങ്കി നീക്കി അവൻ്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു ക്രൂശിപ്പാൻ കൊണ്ടുപോയി. അവന്റെ അടുത്തുനിന്ന് മാറി നിൽക്കൂ. പുറകോട്ട് മാറും. മാറി നിൽക്കാൻ. പുറകോട്ട് വഴിന്ന് മാറുന്നില്ല. പോകാൻ വഴി തരൂ. ദൂരെ പോ. നീ വഴിന്ന് മാറുന്നില്ലോ. നീ മുന്നോട്ട് നടക്കും. പുറകോട്ട്. പുറകോട്ട്. അവനെ വിടൂ. പോകാൻ അവിടെ വഴി നടന്നു നില്ല്. യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലിക്കരയണ്ട. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. പച്ചമരത്തോടിങ്ങനെ ചെയ്ത് ഉണങ്ങിയതിന് എന്തു ഭവിക്കും? മുന്നോട്ട്. ഇനി നീയുമ്പോ കടന്നു പോവും. മുന്നോട്ട്. ഇവിടെ താഴെ ഇങ്ങോട്ട് പോയിപ്പോൾ മുന്നോട്ട്. ഇനി നീയുമ്പോ കടന്നു പോവും. എഴുന്നേൽക്ക്. അവനെ എഴുന്നേൽപ്പിക്ക്. അവന് കഴിയില്ലെന്ന് തോന്നുന്നു. ഇവൻ ഇവിടെ വച്ചും മരിച്ചു പോകാതിരിക്കാൻ കുരിശു ചുമക്കാൻ ഒരുവന് വേഗം കണ്ടെത്ത്. എന്താ നിന്റെ പേര്? ഞാൻ കുറേനക്കാരനായ ശീമോൻ. നീ വന്ന് അവന്റെ കുരിശു ചുമക്ക്. അവന്റെ വസ്ത്രം കീറ്. കിടക്കിവിടെ.
എനിക്ക് ദാഹിക്കുന്നു. യേശു പുളിച്ച വീഞ്ഞു കുടിച്ച ശേഷം നിവൃത്തിയായി എന്നു പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവൻ്റെ കാൽ ഒടിച്ചില്ല. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്തിയിലെ യോസഫ് യേശുവിൻ്റെ ശരീരമെടുത്തു കൊണ്ടുപോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവദിക്കയാൽ അവൻ വന്ന് അവൻ്റെ ശരീരം എടുത്തു. ആദ്യം രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് നിക്കോദമോസും ഏകദേശം 100 റാത്തൽ മൂറും അകിലും കൊണ്ടുവന്ന് ഒരു കൂട്ട് കൊണ്ടുവന്നു. അവർ യേശുവിൻ്റെ ശരീരമെടുത്തു. യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടുകൂടെ ശീല പൊതിഞ്ഞ് കെട്ടി. യേശുവിനെ ക്രൂശിച്ച സ്ഥലത്തു തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൽ മുൻപേ ആരെയും വച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു. ആ കല്ലറ സമീപം ആകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കവേ നിങ്ങൾക്ക് സമാധാനം.